ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവിടെ കഥാസന്ദർഭം ഓർമ്മയിൽ വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ദേവകിയെ കംസൻ മുടിയിൽ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന രംഗം വസുദേവർ കംസനോട് പറയാൻ പോവുകയാണ്. ശ്ലാഘനീയ ഗുണാ ഗുരു ശൂരൈർ ഭവാൻ ഭോജേസസ്കര സ കഥം ഭഗിനീം ഹന്യാത് സ്ത്രിയം ഉദ്വാഹപർവണി. ഭവാൻ അങ്ങ് ശൂരൈഹി ശൂരന്മാരാൽ ശ്ലാഘനീയ ഗുണ കീർത്തിക്കപ്പെടുവാൻ യോഗ്യമുള്ള ഗുണങ്ങളുള്ളവനും ഭോജ യശസ്കര ഭോജന്മാർക്ക് യശസ്സിനെ നൽകുന്നവനും സഹ ആവിധമിരിക്കുന്നവനായിരിക്കുന്ന അല്ലയോ കംസ, ഉദ്വാഹപർവണി വിവാഹപുണ്യ സമയത്ത് ഭഗിനിയും സഹോദരിയായ സ്ത്രീയെ കഥം എങ്ങനെ ഹന്യാത് ഹനിക്കും. അല്ലയോ കംസ, അങ്ങ് ചെയ്യാൻ പോകുന്നത് എത്ര നികൃഷ്ടമായ കർമ്മമാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ, അതും പ്രത്യേകിച്ച് വിവാഹ സമയത്ത് എവിടോ കേൾക്കുന്ന ഒരു വാക്ക് കേട്ടിട്ട് ഇപ്രകാരം അങ്ങ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അത് ഏറ്റവും നിന്ദ്യമായ കർമ്മമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സംബന്ധലാഭോ ഉപകൃതിർ ഹ്യഭേദോ ഗുണകീർത്തനം സാമപഞ്ചവിധം ഭേദോ ദൃഷ്ടാദൃഷ്ടഭയം വജ എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുക. സംബന്ധം, ലാഭം, ഉപകാരം, അഭേദം, ഗുണകീർത്തനം, ഈ 5 വിധത്തിൽ സാമത്തെയും ദൃഷ്ടഭയം അദൃഷ്ടഭയം ഇവയെ സൂചിക്കുന്ന 2 വാക്കുകളുണ്ട്. ഭേദത്തെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഉപദേശിക്കുന്ന വസുദേവർ കംസനോട് സാമവും വേദവും എല്ലാം ഉപദേശിച്ചെങ്കിൽ മാത്രമേ തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ള ആഗ്രഹത്താൽ തൻ്റെ അളിയനായിരിക്കുന്ന കംസനോട് തന്നെ അനുനയപൂർവ്വം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറയുകയാണ്. ആദ്യം അദ്ദേഹത്തെ കീർത്തിക്കുകയാണ്. എന്താണ് ഇവിടെ കീർത്തിച്ചത്? ഭോജ യശസ്കര, ഭോജന്മാർക്ക് യശസ്സിനെ ജനിപ്പിക്കുന്നവനാണ് കംസനെന്ന് കീർത്തിച്ചു. ദുഷ്ടന്മാരുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ അവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് അവരോട് എതിർക്കാൻ നിൽക്കും. അത് അത്യന്തം വേദനാജനകമാണ്. കാര്യം അവരെ ഒന്നും കൂടെ രോഷം കൊള്ളിപ്പിക്കുകയുള്ളൂ. അനുനയിപ്പിക്കൽ, അവരെ കീർത്തിക്കലാണ് ആ സമയത്ത് ചെയ്യേണ്ട ധർമ്മമെന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. വീട്ടിലൊക്കെ മിക്കവാറുമൊക്കെ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. മിക്കവാറുമൊക്കെ 2 പേരും തമ്മിൽ എന്തെങ്കിലും കലഹങ്ങൾ വരാം. ചിലപ്പോൾ അത് ഇച്ചിരി മൂർധന്യാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്തു എന്നും വരാം. ഈ സമയത്തൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന തന്ത്രം ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഉത്തമമാണ്. എന്തുവാ, ഒരു കംസൻ എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ടനാണ്, ഒരു ഗുണമില്ലാത്തവനാണ്, ആരെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്തവനാണെന്നുള്ള കാര്യം ഇപ്പം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയുള്ള കംസനെപ്പോലും വസുദേവരെന്ന് പറയുന്ന ശ്രേഷ്ഠനായ വിഷ്ണു ഭക്തൻ എന്താ ചെയ്തത്? ഭോജ യശസ്കര എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലയോ ഭോജരാജാവേ, അങ്ങയുടെ മറ്റ് ഭോജന്മാർക്ക് യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനായിരിക്കുന്ന മഹാരാജാവാണ് അവിടുന്ന് എന്ന് പറയുന്നത് എത്രയോ അയാളെ പ്രകീർത്തിക്കുന്ന, അയാൾക്ക് ഉള്ളിൽ ഒരു ശമനം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യവാ അബ്ദശതാന്തേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ. പറയാണ്, വീര അല്ലയോ ശൂര, ജന്മവതാം ജന്മമുള്ളവർക്ക്, ജന്മമെടുത്തിട്ടുള്ളവർക്ക്, മൃത്യു മരണം, ദേഹേന സഹ ദേഹത്തോടു കൂടി, ജന്മം എടുത്തിട്ടുള്ളവർക്കെല്ലാം ദേഹേന സഹ ദേഹത്തോടു കൂടി ജായതേ ജനിക്കുന്നു. എന്ത് ജനിക്കുന്നു? മൃത്യു മരണം. ആരൊക്കെ ജന്മം എടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം മരണവും ആ ദേഹത്തോടു കൂടി തന്നെ ഉണ്ട്. നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഏത്? മൃത്യു, മരണഭയം. അത് വല്ലാണ്ട് നമ്മളെയൊക്കെ അലട്ടുന്നതാണ്. പക്ഷേ ദേഹമെടുത്തിട്ടുണ്ടോ അതും നമ്മളോടൊപ്പം ഉണ്ട് താനും. പിന്നെന്തിനാണ് അതിനെ ഭയന്നാലും ഭയന്നിട്ടൊരു കാര്യവുമില്ല, ഭയക്കാതിരുന്നാലും കാര്യമില്ല, ഒന്നുകൊണ്ടും കാര്യമില്ല. അതിനെ ഭയക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറയുന്നത്. അദ്യവ ഇന്ന് തന്നെ ആയിക്കോട്ടെ, അബ്ദശതാന്തേവ 100 കൊല്ലത്തിലെ അവസാനത്തിലോ ആയിക്കൊള്ളട്ടെ, പ്രാണിനാം പ്രാണികൾക്ക് മൃതി ധ്രുവവൈ നിശ്ചയം തന്നെയാണ്.
ദഹിച്ചു പോകുക എന്നുള്ള ധർമ്മം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ശരീരത്തിന് ദേഹമെന്നുള്ള പേര് പറയുന്നത്. ദഹിച്ചു പോകുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു 100 വർഷം കഴിഞ്ഞിട്ടായാലും ഇപ്പോഴായാലും എപ്പോൾ ദഹിച്ചാലും ഒന്ന് തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ശരീരത്തിന് അല്ലയോ കംസ, മരണഭയം നിമിത്തം നീ ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നത് ഏറ്റവും നിന്ദ്യമാണ്, മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് മരണഭയം നിമിത്തം ഈ വക പ്രവൃത്തികൾ ചെയ്യരുത്. ദഹിച്ചു പോകുക എന്നുള്ള ധർമ്മമുള്ള ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് മരണം സുനിശ്ചിതമായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ്. അപ്പം വിചാരങ്ങൾ കൊണ്ട് മരണഭയത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. വിചാരങ്ങൾ ചെയ്യണം. എങ്ങനെയാണ്? ഈ ദേഹം ഒരിടത്ത് പതിക്കുന്നതാണ് ഒരു കാലത്ത്, അതിനെക്കുറിച്ച് ശ്രേഷ്ഠതയോടുകൂടി വിചാരം ചെയ്യേണ്ട, അതിനെക്കുറിച്ചുള്ള വിചാരത്തിനൊരു പ്രസക്തിയില്ല എന്ന് വിചാരം ചെയ്ത് ഉറപ്പിക്കണം. അപ്പം മരണഭയം നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുകയും ചെയ്യും. എല്ലാവർക്കും നമസ്കാരം.